ഞാൻ ഈ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കാം ഇന്ന്. ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തൊക്കെ ഇതേപോലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. തലയുടെ അകവും ആ ഞെവള അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കതുപോലെ ചെയ്യാം. ഇതുപോലെ ഇതിലെല്ലായിടത്തും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇത് പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പാൻ അടുപ്പിച്ച് ചൂടായി ഞാൻ 2 കറിവേപ്പില ഇട്ട് എണ്ണ ഒഴിച്ച് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനെടുക്കാം. ഒരു അടപ്പ് വെച്ച് ചെറുതായൊന്ന് അടച്ച് ആദ്യം നമുക്ക് സിമ്മിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി ചെറുതായൊന്ന് നമുക്ക് തിരിച്ചിടാം. ഈ സൈഡ് കൂടി ഒന്ന് കുക്കാവുന്നത് വരെ ഒന്നുകൂടി അടച്ചു വയ്ക്കാം. നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി അതിനകത്ത് വാട്ടിയ ഇലയും വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് വെക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഇതിനകത്തോട്ട് വയ്ക്കാം. ഫ്രൈ പാനിൽ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ഗ്രേവി ഇതിനകത്തുണ്ട്. അതും കൂടെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രുചിയെല്ലാം ഇതിനകത്ത് ഇറങ്ങി വരും. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിനകത്തോട്ടിടാം. ഒരു മാങ്ങയുടെ ഒരു പീസ് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇതിലിടാം. പച്ചമാങ്ങ. കുറച്ച് കുരുമുളക് ഇടാം. അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിൽ ഫുള്ളായിട്ടിടാം. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് നല്ലതായിട്ട് ഫുള്ളൊന്ന് ആവി അതിന് മൊത്തം ഫുള്ള് ആവി കയറിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇലയൊന്ന് മാറ്റി നോക്കാം. നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഒന്നും കൂടെ മറിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നും കൂടെ ആവി കയറ്റാം. ഇനി നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഇതുപോലെ നാടൻ രീതിയിൽ ഇതുപോലെ വലിയ മീൻ കിട്ടിയാൽ ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കേ, ബൈ ബൈ.